കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി പകരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറാകുമെന്ന വാർത്തയാണ് ഈ മിനിറ്റിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുപക്ഷേ കേരളത്തിൽ തന്നെ തുടർന്നേക്കും, അങ്ങനെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ ചില സൂചനകളും ഊഹാപോഹങ്ങളും ഒക്കെ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ എത്തുന്നത് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് പകരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറാകും എന്ന വിവരമാണ്. ഗോവയിൽ നിന്നുള്ള നേതാവാണ്. ഗോവയിൽ നിന്നുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഇപ്പോൾ കേരള ഗവർണറായി പുതുതായി എത്താൻ പോകുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബസന്ത്, ഈ മാറ്റത്തെ എങ്ങനെ കാണണം? രതീഷ്, കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ ഓഗസ്റ്റിൽ പൂർത്തിയായതാണ്. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ആണ് ഇത് സംബന്ധിച്ച രാഷ്ട്രപതിയുടെ കമ്മ്യൂണിക്കെ ഇറങ്ങിയത്. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കി മാറ്റിയിരിക്കുന്നു. ബീഹാറിൽ നിന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ചുമതലയേൽക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം മാത്രം ബാക്കി നിൽക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു 5 കൊല്ലം കൂടി ഗവർണർ സ്ഥാനത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രമല്ല, നിർണായകമായ മുസ്ലിം വോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത്. അതായത് ബസന്ത്, കേരളത്തിന്റെ പൊളിറ്റിക്സ് അല്ല, അത് ബീഹാർ പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തി കൂടി ഇതിനെ വായിക്കാം എന്നതാണ് പറഞ്ഞു വരുന്നത് അല്ലേ? കേരളത്തിലെ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ബീഹാറുമായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നീക്കം കൂടി ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം രാഷ്ട്രീയമായി, അല്ലേ? തീർച്ചയായും. ആരിഫ് മുഹമ്മദ് ഖാനെ BJP ഉപയോഗിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. അവരുടെ ഒരു സെക്യുലർ മുസ്ലിം ഫേസ് എന്നുള്ള തരത്തിലാണ് അവർ പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാനെ എടുത്തു കാട്ടുന്നത്. ആ ഒരു രാഷ്ട്രീയമായ നീക്കം കൂടി ഇതിന് പിന്നിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഇപ്പോൾ ബീഹാർ ഗവർണർ സ്ഥാനത്ത് നിന്നും കേരള ഗവർണറായി വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കറകളഞ്ഞ RSS പ്രവർത്തകനാണ്. ഗോവ നിയമസഭാ സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണ് അദ്ദേഹം ബീഹാർ ഗവർണറായി ചുമതലയേറ്റത്. അപ്പോൾ ഒരുപക്ഷെ BJPയുമായി അടുത്തു നിന്ന ഒരു വ്യക്തിക്ക് പകരം വരുന്നത് കറകളഞ്ഞ ഒരു RSS പ്രവർത്തകനാണ് കേരളത്തിന്റെ ഗവർണറായി വരുന്നത് എന്നുള്ളത് കൂടി ഇതിലുണ്ട്. മാത്രമല്ല, മറ്റ് 2 നിയമനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. ഡോക്ടർ ഹരിബാബു കമ്പട്ടിയെ മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒഡീഷ ഗവർണറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ മന്ത്രിയും കേന്ദ്രമന്ത്രിയെയും സൈനിക മേധാവിയുമായിരുന്ന ജനറൽ VK സിംഗിനെ മിസോറാം ഗവർണറായും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയത്. മാത്രമല്ല, മണിപ്പൂർ ഗവർണറായി അജയ് കുമാർ ഭല്ലയെയും നിയമിച്ചിട്ടുണ്ട്. രതീഷ്, ഇപ്പോൾ ഗോവയിലെ സ്പീക്കറായിരുന്നു, അതിനൊപ്പം തന്നെ അവിടെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബയോഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി 2021 ജൂലൈ 13 അദ്ദേഹം ചുമതലയേൽക്കുന്നു. 2023 ഫെബ്രുവരി 16 അദ്ദേഹം മാറുന്നു. 2023 ഫെബ്രുവരി 17 ബീഹാറിന്റെ ഗവർണറായി എത്തിയ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തെ മാറ്റി കേരളത്തിലേക്ക് മറ്റൊരു പദവി കൊടുത്തു. അതേ പദവി തന്നെ കേരളത്തിലേക്ക് കൊടുത്ത് കേരളത്തിന്റെ ഗവർണറായി മാറ്റുമ്പോൾ ഇവിടെ കാലാവധി പൂർത്തീകരിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നേരത്തെ ബസന്ത് പറഞ്ഞ ഇക്വേഷൻ, രാഷ്ട്രീയ ബാലൻസിങ് എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ളൊരു മാറ്റം എന്നത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം. ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിച്ചതാണോ? ബീഹാറിലേക്ക് അദ്ദേഹം എത്തുന്നത് ഏതെങ്കിലും അവിടുത്തെ പൊളിറ്റിക്സിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ കഴിയും എന്ന വിലയിരുത്തൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു? അല്ല, ഇതിലൊരു ഇടപെടലാണ് BJP ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ നിയമിക്കുമ്പോൾ അതിൽ 5 കൊല്ലത്തേക്കുള്ള നിയമനം തന്നെയാണ്. അതായത് സ്വാഭാവികമായിട്ടും ഒരു ഫുൾ ടേം ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിജൻസിയിൽ അദ്ദേഹത്തെ മാറ്റുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഒരു ബീഹാർ ഗവർണറായി തന്നെയാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. താൽക്കാലിക ചുമതലയോ ഒന്നും തന്നെ കമ്മ്യൂണിക്കയിൽ പറയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ബീഹാറിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന UPയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന് അവിടെ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ജനതാ പാർട്ടി പോയി. പിന്നീട് പല പാർട്ടികൾ മറിഞ്ഞാണ് ഇപ്പോൾ BJPയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംസ്ഥാന സർക്കാരുമായി, പ്രത്യേകിച്ച് CPMമായി തന്നെ വലിയ തോതിൽ നേരിട്ടുള്ള ഒരു പോരിന് തയ്യാറായിട്ടുള്ള ഒരു ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമ്മൾ വിസ്മരിക്കരുത്. രാഷ്ട്രീയപരമായിരുന്നാലും മറ്റ് നിയമനപരമായ കാര്യങ്ങളിലും
ഭരണപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ കർക്കശമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവിടെ നിന്നും മാറി ബീഹാർ പോലെ NDAയുടെ ഒരു BJPയുടെ ഒരു സഖ്യകക്ഷി ഭരിക്കുന്ന, അല്ലെങ്കിൽ സഖ്യത്തിൽ BJPയും ചേർന്ന് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നറിയപ്പെടുന്ന പുതിയ കേരള ഗവർണർ, അതേയും മനോഹർ പരീക്കർ 2014 കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി അവരോധനാകുമ്പോൾ പുതിയ പദവിയിലേക്ക് കേന്ദ്രത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ആർലേക്കറിന്റെ പേര് അവിടെ വളരെ സജീവമായി ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPയും RSSും പരിഗണിച്ചതല്ലേ? അന്ന് പക്ഷേ ലക്ഷ്മികാന്ത് പർസേക്കർ പിന്നീട് അടുത്ത ചീഫ് മിനിസ്റ്റർ ആവുന്നു, അദ്ദേഹം മന്ത്രിയാകുന്നു. എങ്കിലും അത്രയും പ്രധാനപ്പെട്ട, ഗോവയിലെ വളരെ പ്രധാനപ്പെട്ട RSSലൂടെ വന്ന് 89 BJPയിലെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ് കേരളത്തിൽ ഗവർണറാകുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ടല്ലേ? അല്ല, തീർച്ചയായും ഈ പറഞ്ഞ പോലെ RSSന്റെ ഒരു സജീവ പ്രവർത്തകൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫിലുള്ളത്. അദ്ദേഹം 89 BJPയിൽ വരുന്നു. ഗോവ BJPയുടെ പല തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൽ മന്ത്രിയായിരുന്നു. നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി പോലും പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും നിർണായകമായ ഘടകം എന്നുള്ളത്. അപ്പോൾ വലിയ തോതിൽ ഒരു ദേശീയ നേതൃത്വത്തിനും താല്പര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഹിമാചൽ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറായി മാറിയത്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വീണ്ടും തിരികെ വന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പെർഫോമൻസ് അത് ഓക്കെയാണ് എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അപ്രൈസൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടി വരും. കാരണം അദ്ദേഹം കാലാവധി കേരളത്തിൽ പൂർത്തീകരിക്കുന്നു. അദ്ദേഹത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ബീഹാറിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനത്തിന്റെ ഗവർണറായി നിശ്ചയിക്കുന്നു. അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ പൂർണ്ണ തൃപ്തരാണ് കേന്ദ്ര നേതൃത്വം, കേന്ദ്ര സർക്കാർ എന്ന് തന്നെ കാണണം, അല്ലേ ബിസന്ത്? തീർച്ചയായും BJP ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചുകൊണ്ട് ലക്ഷ്യമിട്ടിരുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് പിന്നെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും CPM സർക്കാരിന് വലിയ തോതിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതരത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ, ഒരുപക്ഷെ ഗവർണർക്കെതിരെ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നാൽ പോലും ഗവർണർക്കെതിരെ ഒരു ഹർജിയുമായി കേരളം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരുദ്ദേശിച്ച തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നീണ്ടിരുന്ന ഒരു സ്റ്റാറ്റസ് കോ, അല്ലെങ്കിൽ ആ തൽസ്ഥിതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഒരു ഉലച്ചിൽ കൊണ്ടുവരാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ സ്ഥാനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാൻ അല്ലെങ്കിൽ മാറ്റാനോ ഒന്നും തന്നെ ആരും ശ്രമിച്ചിട്ടില്ല. നിരവധി തവണ അദ്ദേഹത്തെ നീക്കണമെന്നുള്ളൊരു ആവശ്യം CPM ഉന്നയിച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായതാന്ന് മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും കേരളത്തിലുള്ളതിനേക്കാൾ ഉപരി ഡൽഹിയിലായിരുന്നു എന്നുള്ളൊരു പരാതി കൂടി CPMും സംസ്ഥാന സർക്കാരും ഒക്കെ ഉയർത്തിയിട്ടുമുണ്ട്. കേരളത്തിൽ ഗവർണർ എന്നുള്ള സ്ഥാനത്തിൽ തുടരുന്നതിന് പകരം പലപ്പോഴും ഡൽഹിയിലാണ് അദ്ദേഹത്തെ കാണാറുള്ളത്. ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹം പോകുന്നു, മറ്റു സ്ഥലങ്ങളിലെ മറ്റു പരിപാടികൾ പങ്കെടുക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ ദേശീയ BJPക്കും കേന്ദ്ര സർക്കാരിനും പ്രിയങ്കരനായി തുടർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാന് പകരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതലയേൽക്കാൻ പോവുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിന്റെ ഗവർണറായി ചുമതലയേൽക്കും. ബീഹാറിലേക്കാണ് അദ്ദേഹത്തിന്റെ മാറ്റം. നേരത്തെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കേരളത്തിൽ പൂർത്തിയായതാണ്. ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടർന്നേക്കും കേരളത്തിൽ എന്ന ചില വിവരങ്ങളും സൂചനകളും ഒക്കെ നേരത്തെ പുറത്തു വന്നാണ്, വാർത്തകളും ഒക്കെ പുറത്തു വന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതല ലഭിക്കുന്നത് ബീഹാറിന്റെ ഗവർണറായാണ്. അദ്ദേഹത്തിന് വീണ്ടും ഗവർണർ പദവിയിലേക്ക് നിശ്ചയിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതും BJP നേതൃത്വം എന്നതും വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ കേരളത്തിൽ ഉണ്ടായ വിവാദങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. സംസ്ഥാന സർക്കാരുമായി വന്ന കാലം മുതൽ വലിയ ഏറ്റുമുട്ടലായിരുന്നു. അത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് വളരുകയും പല ഘട്ടങ്ങളിലും കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതാണ്. ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ തന്നെ കോടതിയിൽ സമീപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. വൈസ് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന, സർവകലാശാലകളുടെ ഏറ്റവും ഉപരി ബോഡി എന്ന് കണക്കാക്കപ്പെടുന്ന ചാൻസലർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ അദ്ദേഹം നിലപാടെടുത്തു. അതിലും വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി. ഗവർണർക്കെതിരെ ഭരണകക്ഷിയുടെ ഭാഗത്ത് പ്രതിഷേധമുണ്ടായി, തെരുവിൽ തന്നെ പ്രതിഷേധമുണ്ടായി. അങ്ങനെ നാടകീയമായ സംഭവങ്ങൾ, അതിന്റെ തുടർച്ച ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസാനം ഈ സംസ്ഥാന സർക്കാരിന്റെ
ഭരണത്തിൽ ഇരിക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭരിക്കുന്ന CPM-ന്റെ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുമൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധമുയർന്നുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായി അദ്ദേഹവും ചില കടുത്ത നിലപാടുകൾ ഈ സമീപ ദിവസങ്ങളിലും സ്വീകരിച്ചതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി പൂർത്തിയായതിന് പിന്നാലെ ബീഹാർ ഗവർണറായി അദ്ദേഹത്തെ മാറ്റുന്നത്. അതേസമയം തന്നെ കേരളത്തിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന ഗോവയിൽ നിന്നുള്ള നേതാവിനെ RSSലൂടെ BJPയിലൂടെ വന്ന് ഗോവയിലെ മുൻ നിയമസഭാ സ്പീക്കർ, ഗോവയിൽ മന്ത്രിയായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ ഗവർണറാകുമെന്ന സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ എത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി മാറുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലേക്കാണ് അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകുന്നത്.